അതിന്റെ സന്തോഷമാണോ ദുഃഖമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ബാങ്കർ എന്ത് പറയുന്നു എന്ന് നോക്കാം. യെസ് യെസ് ബാങ്കർ ഇത്രയും സമയം വിചാരിച്ചിരുന്നത് 50 ലക്ഷം രൂപ ഈ പെട്ടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് പോയതോടുകൂടി ഓഫർ വളരെ താഴേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് കണക്കിലെ കളി. അദ്ദേഹം പറയുന്ന ഓഫർ വെറും എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാറ്. വെറും 33,000 രൂപ, 33,000 ഉള്ളി. കാരണം ഗോൾഡിൽ 3,25,000 മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഏത് കണക്ക് കൊണ്ടുവന്നാലും 33,000 മേളില് അദ്ദേഹത്തിന് തരാൻ അദ്ദേഹത്തിന്റെ കണക്ക് അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷേ 50 ലക്ഷം രൂപ പോയതിലാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. എനിവേ, തീരുമാനമെടുക്കാൻ എളുപ്പമാണ്, എന്നാൽ പ്രയാസവുമാണ് ഈ ഒരു സാഹചര്യത്തിൽ. സോ മുഹമ്മദ് അലി, is it a deal or no deal? No deal. ശരിക്കും ലോജിക്കുള്ള ആർക്കും തന്നെ മനസ്സിലാകാവുന്ന ഒരു സംഭവമാണ്. 1,50,000 രൂപ വരെ വന്നിട്ട് പെട്ടെന്ന് 33,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോഡിയിൽ തന്നെ ആകുന്നതാണ് നല്ലത്. കാര്യം നമുക്ക് 3 ലക്ഷം രൂപ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാം. 6th റൗണ്ട്, ഒരേ ഒരു പെട്ടി. ഇനി അങ്ങോട്ടെല്ലാം ഒറ്റ പെട്ടികളാണ്. തെരഞ്ഞെടുത്തുള്ളൂ 6th റൗണ്ടിലെ ഏക പെട്ടി. നമ്പർ 7, ബോക്സ് നമ്പർ 7 തുറന്നോളൂ. ₹1, 1 രൂപ മാത്രം. അത് ഏറ്റവും മുകളിലുള്ളതാണ്. 50 ലക്ഷം രൂപയ്ക്ക് പകരമായി 1 രൂപയും പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ വളരെ ആവേശഭരിതമായ കാര്യം, 1 രൂപ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം വരുന്നത്. അപ്പോൾ 1 രൂപ പോയപ്പോൾ ഞാൻ ₹1 എന്ന് പറഞ്ഞുപോയി. പക്ഷേ അത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എന്റെ അഭ്യുദയകാംക്ഷികളായ പലരും എന്നെ വിളിച്ചിട്ട് ₹1 എന്ന് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ ആവേശത്തിന്റെ പുറത്ത് അല്ല. അപ്പൊ അത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി, കാര്യം അത് ആരെങ്കിലും അറിഞ്ഞുകൂടാത്തവർ പഠിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ₹1 ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യെസ് മിസ്റ്റർ ബാങ്കർ. യെസ്. ₹1 എടുത്തതിൽ ബാങ്കറിന് സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹം തരുന്ന ഓഫർ 50,001 രൂപയാണ്. തീരുമാനിക്കുക. 3 ലക്ഷമുണ്ട്, 25,000 ഉണ്ട്. ഉചിതമായ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. മുഹമ്മദ് അലി, is it a deal or no deal? deal. Deal. 50,001 രൂപ ഡീൽ പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് അലി. ഇതിന് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുമംഗൽ. ഞാൻ പറയും, ഇത് ബുദ്ധിപൂർവമുള്ള ഉചിതമായ, ഇങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ചിന്തിക്കേണ്ടത് എന്ന് തന്നെ ഞാൻ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡീൽ വെച്ചിരിക്കുകയാണ്. 17ാം നമ്പർ പെട്ടി ബാങ്കറിന് കൊടുത്തിട്ട് 50,001 രൂപ മുഹമ്മദ് അലിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ പൈസ സ്വന്തം. എന്തായാലും ഈ പെട്ടിയിലും ആ പെട്ടികളിലും എന്താണെന്ന് നമുക്കറിയാം. എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്, ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, തുറന്നോളൂ. നമ്പർ 5, 100 രൂപ. 100 രൂപ
നെക്സ്റ്റ്. നമ്പർ 9. 25,000 രൂപ. അടുത്തത് നമ്പർ 1. നമ്പർ 1. 4,000 സിൽവറിലാണ്. അടുത്തത് നമ്പർ 2. ഒന്നുകിൽ 5,000 അല്ലെങ്കിൽ 3 ലക്ഷം. പ്ലീസ് ഓപ്പൺ. കൺഗ്രാജുലേഷൻസ്. എന്തായാലും 3 ലക്ഷവും 5,000-ഉമായിരുന്നു. 3 ലക്ഷം അവിടെ പോയി. ഇപ്പോൾ വെറും 5,000 രൂപ. അവസാന റൗണ്ട് വരെ കളിച്ചിരുന്നെങ്കിൽ 45,001 രൂപ നഷ്ടം വന്നേനെ. 50,001 രൂപയ്ക്കാണ് മുഹമ്മദ് അലി ഡീല് പറഞ്ഞത്. മുന്നോട്ട് പോയിരുന്നെങ്കിൽ വെറും 5,000 രൂപയും കൊണ്ട് കാസർഗോട്ടിലേക്ക് പോകേണ്ടി വന്നേനെ. ഇപ്പോൾ 50,000 രൂപ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിലെ 27-ാം നമ്പർ പെട്ടി, അതായത് പ്രേക്ഷകരുടെ പെട്ടിയിലെ SMS വിജയികളെ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് നിന്ന് വന്ന മുഹമ്മദ് അലി ഇവിടെ 50,001 രൂപയ്ക്ക് ഡീൽ പറഞ്ഞ് ഈ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിൽ വളരെ വാശിയേറിയ ഒരു മത്സരാർത്ഥിയുമായി ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ ഭീമ ജ്വല്ലേഴ്സ്, ഡീൽ ഓർ നോ ഡീൽ. ഗുഡ് ബൈ. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. എന്റെ കൂടെ വരണം, ബാങ്കറിന്റെ സ്ഥലത്ത് വരണം. ആലോചനകളൊക്കെ വരുന്നുണ്ടോ? ഇനിയിപ്പോ എനിക്ക് വേണ്ടിട്ട് SMS അയക്കാൻ പറ, എന്റെ നമ്പർ കൊടുക്കാം. 50 ലക്ഷം.